ചട്ടമ്പി കല്യാണി. രചന ദിയ ദേവേന്ദു. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. നിർമ്മാണം PNR ക്രിയേഷൻസ്. കല്ലു റൂമിലെത്തി ഫ്രഷായി ഇറങ്ങിയപ്പോഴാണ് കാശി അങ്ങോട്ട് വരുന്നത്. കല്ലു, എനിക്കൊരു സംസാരിക്കണം, ഒന്ന് വരുമോ? അവളെ നോക്കി അവൻ ബാൽക്കണിയിലേക്ക് ഇറങ്ങി നിന്നു. എന്താണ് ഒരു സൗമ്യതയൊക്കെ? രാവിലെ മുതൽ തുള്ളിക്കൊണ്ട് നടന്നാണല്ലോ. ഇനി എന്താണ് പറയാനുള്ളത്? കല്ലു ഓരോന്ന് ആലോചിച്ചുകൊണ്ട് കാശിയുടെ അടുത്തെത്തി. എന്താ പറയാനുള്ളത്? വിദൂരത്തിലേക്ക് നോക്കിയിരുന്ന കാശിയോടായി അവൾ ചോദിച്ചു. അപ്പോഴാണ് അവൾ അടുത്തെത്തിയത് അവനറിഞ്ഞ്. കാശി അവളെ നോക്കി മനോഹരമായെന്ന് പുഞ്ചിരിച്ചു. ഇതാണ് ആളെ കൊല്ലുന്ന ഈ ചിരി കാണുമ്പോഴാ കല്ലു അനങ്ങാതെ നിന്നു പോകുന്നു. അത് അവനുള്ള പ്രണയം കൊണ്ടാണെന്ന് ആരും വിചാരിക്കരുത്. അതിനുള്ള സമയമൊന്നും ആയിട്ടില്ല. എന്തിനേറെ പറയുന്നു, കെട്ടിപ്പിറ്റേന്നായിട്ട് ഇപ്പോഴാണ് അവനവളെ നോക്കി ഇങ്ങനെ ചിരിക്കുന്നത്. ഇന്നലെ വേറെ ആരൊക്കെയോ ചിരിച്ചു കാണിക്കുന്ന അവൾ കണ്ടായിരുന്നു. അതാ. കല്ലു, ഇവിടെ ഇരിക്കും. ഓ. അവളവിടെ അവൻ്റെ ചിരികൾ വാങ്ങി നിന്ന സമയത്ത് അവൻ പോയി സീറ്റ് പിടിച്ചു. അവളോട് അവൻ്റെ ഓപ്പോസിറ്റ് ഇരിക്കാൻ പറയാം. കല്ലു അവിടെ ചെന്നിരുന്നു. അവൻ്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി. എന്തോ പറയാനാണല്ലോ വിളിച്ചത്. അത് കേൾക്കാനാണ്. കേട്ടിട്ടാണ് അടുക്കളയിൽ പോയി എന്തെങ്കിലും തിന്നാൻ. കെട്ടിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പുറത്തു പോയപ്പോൾ ഒരു ജീരക മിഠായി പോലും വാങ്ങിച്ചു കൊടുത്തിട്ടില്ല. എന്തേലും വേണമെന്ന് പോലും ചോദിച്ചിട്ടില്ല. കല്ലുവിനെ അറിയായിരിക്കും, എനിക്ക് സ്വന്തമായിട്ടൊരു ഫ്ലാറ്റ് ഉണ്ട്. ഓ, സ്വത്ത് വിവരങ്ങൾ രേഖപ്പെടുത്താൻ വിളിച്ചാണോ? അതിന് ഞാൻ പഞ്ചായത്തിൽ നിന്ന് വന്നല്ല മിച്ചർ. കല്യാണം കഴിഞ്ഞിട്ട് അങ്ങോട്ട് താമസം മാറിക്കോളാം അച്ഛൻ സമ്മതിച്ചിരുന്നു. അതിനെന്താ, പോയിക്കൂടെ? അച്ഛൻ ചോദിക്കുമ്പോൾ നിനക്ക് സമാധാനം പറയണം, ഇല്ലെങ്കിൽ അച്ഛൻ വിടില്ല. പറയില്ലേ? അച്ഛടാ, എന്തൊരു എളിമ. എന്തോന്നും മിണ്ടാത്ത? ഇഷ്ടമല്ല അങ്ങോട്ട് മാറാൻ? അതിപ്പോ പേടിക്കണ്ട, അവിടെ എല്ലാ സൗകര്യങ്ങളുണ്ട്. എൻ്റെ ഫ്രണ്ട്സൊക്കെ അവിടെ അടുത്താ താമസം. എൻ്റെ വർക്കിന് അവിടെ എളുപ്പം. നിനക്ക് കോളേജ് പോകാൻ എളുപ്പമാണ്. പിന്നെ സെർവൻസും ഉണ്ട്. കല്യാണം എന്താ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. സമ്മതിക്കില്ലേ? കാശി ഒരു സംശയത്തോടെ ചോദിച്ചു. ആ അപ്പം അച്ഛൻ ചോദിക്കുമ്പോൾ പറയണേ. കല്യാണം ചിരിയോടെ തലയാട്ടി പയ്യെ എണീറ്റ് താഴേക്ക് നടന്നു. കാശി അവൾ പോകുന്ന നോക്കിയിരുന്നപ്പോൾ അവൻ്റെ ഫോൺ ബെല്ലടിച്ചു. അവൻ ചിരിയോടെ കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ സായി, എന്താണ് അർദ്ധരാത്രിക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? പൊളിച്ച. കാശിയുടെ ചിരിയൊക്കെ പെട്ടെന്ന് വാങ്ങി. ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. എന്തു പറ്റിയടാ? നിന്റെ മലയാളി മാർക്ക് നിന്നെ ചവിട്ടി പുറത്താക്കിയാ? അത് നീ എങ്ങനെ അറിഞ്ഞു? ആഹാ, അപ്പോൾ ഉള്ളതാണല്ലേ. ഞാൻ വെറുതെ എറിഞ്ഞു നോക്കിയാ. എന്നാ പറഞ്ഞു? എന്താ ഉണ്ടായി? കാശി അവൻ്റെ ആദ്യരാത്രി വിശദീകരിച്ചു കൊടുത്തു. പിന്നെ പറയണ്ടല്ലോ, അവിടെ ചിരിയോട് ചിരി, ചിച്ചിരി, മുച്ചിരി. അവസാനം കാശിയുടെ വായിന്ന് രണ്ട് നല്ല വാക്കുകൾ കേൾക്കേണ്ടി വന്നത് നിർത്താൻ. എന്നിട്ടും ആ കൊച്ചു ജീവനോടെ ഉണ്ടല്ലോ കാശി. എന്തു പറ്റി? ദേഹം നൊന്നാ നീ ആരെയും ബാക്കി വെക്കുന്നല്ലോ. അത് ഞാൻ ഫ്ലാറ്റിലേക്ക് മാറാതിനും കൊണ്ട് സമ്മതിപ്പിക്കാൻ വേണ്ടി കടിച്ചു പിടിച്ച് നിൽക്കുന്നല്ലേ. അവള് സമ്മതിച്ചാൽ അച്ഛൻ സമ്മതിക്കും. അതുകൊണ്ടൊന്ന് താഴ്ന്നു കൊടുത്താ. ഫ്ലാറ്റിലൊന്ന് എത്തിക്കോട്ടെ മോനെ, അവൾക്കുള്ള ഞാൻ കൊടുക്കുന്നുണ്ട്. എന്നെ ചാവിട്ടിയതിനുൾപ്പെടെ എണ്ണി ഞാൻ പകരം വിട്ടു. നോയിക്കോ, അവളെ അവിടെ ഇട്ട് ഞാൻ എന്നൊക്കെ എഴുതിക്കും ഞാൻ. കേട്ടെടുത്തോളം ആൾ നിസ്സാരക്കാരിയല്ല. അക്ഷരം പഠിപ്പിക്കാൻ ചെല്ലുമ്പോൾ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. ആയിക്കോട്ടെ, ശരി എന്നാ ഞാൻ പോയി അച്ഛനോട് സംസാരിക്കട്ടെ. പറ്റുമെങ്കിൽ ഇന്ന് തന്നെ മാറണം. എന്നാ ശരിയടാ, വരുമ്പോൾ കാണാം. ഓക്കെ, ബായ്. മോനെ കാശി, കല്യാണം കഴിഞ്ഞ ഒരു ദിവസം പോലും ആയില്ലല്ലോ. ഇപ്പൊ തന്നെ ഫ്ലാറ്റിലേക്ക് മാറണമെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? വിരുന്നിന് പോലും പോയിട്ടില്ല. അച്ഛാ, വിരുന്നിന് പോകാൻ എനിക്ക് പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലേ. ശരി, വിരുന്നിന് പോകണ്ട. ഇപ്പൊ നീ അവളെയും കൊണ്ട് ഇവിടുന്ന് പോയാ ആ കുട്ടികളുടെ വീട്ടുകാരെന്ത് വിചാരിക്കും? അവരോടൊക്കെ ഞാൻ പറഞ്ഞോളാം. അവൾക്ക് സമ്മതം. പിന്നെന്താ? കല്ലു സമ്മതിച്ചു എന്നാണ് നീ പറയുന്നത്? അതെ. എങ്കിൽ ഞാനൊന്ന് ചോദിച്ചു നോക്കട്ടെ. കല്ലു മോളെ, ഒന്നിങ്ങ് വന്നേ. ദേവേന്റെ വിളി കേട്ട് കല്ലു മുകളിൽ നിന്ന് ഇറങ്ങി വന്നു. കാശി അച്ഛൻ്റെ മുമ്പിൽ കൈയൊക്കെ ഇട്ട് നിൽക്കുന്നു. അവൾ അവനടുത്തായി ചെന്ന് നിന്നു. അവള് വിളിക്കുന്ന കേട്ട് ദേവിയും ചെഗു അവിടേക്ക് വന്നു. ആ മോളെ, കാശി പറയാ നിങ്ങൾ രണ്ടാളും ഫ്ലാറ്റിലേക്ക് താമസം മാറുവാണെന്ന്. മോൾക്ക് സമ്മതമാണോ അതിന്? അല്ല അച്ഛാ. അത്ര നേരം ഫുൾ കോൺഫിഡൻസിൽ നിന്ന കാശി ഞെട്ടിത്തിരിഞ്ഞ് അവളെ നോക്കി. എന്താ കാശി ഇത്? മോള് സമ്മതിച്ചു എന്നല്ലേ നീ എന്നോട് പറഞ്ഞ്? അതച്ഛാ, അവള് സമ്മതിച്ചായിരുന്നു. അവനവളെ ചെറിഞ്ഞു നോക്കി. അവൾ അവനെ നോക്കിയിരുന്നില്ല. ആ മതി, നിങ്ങൾ രണ്ടാളും എങ്ങോട്ടും പോകുന്നില്ല. ഇവിടെ തന്നെ താമസിക്കും, മനസ്സിലായോ? ഇനി ഇതേ പറ്റിയൊരു ചർച്ച വേണ്ട. ദേവി, കഴിക്കാൻ എടുത്തു വെക്ക്. ദേവേട്ട് എണീറ്റ് ഡൈനിങ് റൂമിലേക്ക് നടന്നു. കല്ലു അതിനു മുമ്പേ അടുക്കളയിലേക്ക് ഓടി. കാശിയുടെ മുഖത്ത് പോലും നോക്കിയില്ല. ഇനി അവിടെ നിന്ന് അവൻ ഞെക്കി കൊന്നാലോ? അത്രയ്ക്ക് ദേഷ്യം വന്ന് കാണുമെന്നല്ല, വന്നു. അവൻ സ്റ്റെയറിൽ നിന്ന് ജഗ്ഗുവിനെ ഒന്ന് കനപ്പിച്ച് നോക്കി കരുതുള്ളി മുറിയിലേക്ക് പോയി. കഴിക്കാനും വന്നില്ല. അവളോടുള്ള ദേഷ്യത്തിൽ അവൻ കട്ടിലിന്റെ കാലിന് ആഞ്ഞൊരു തൊഴി കൊടുത്തു. സ്വയം കാല് വേദനിച്ച മെച്ചം. കാല് തിരുമ്മി അവൻ ആലോചിച്ചു. അവൾ എന്തിനായിരിക്കും കാല് വാരിയതെന്ന്. അത് അവനറിയാൻ വഴിയില്ല. ഞാൻ പറഞ്ഞുതരാം. കുറച്ച് ഫ്ലാഷ് ബാക്ക് ആണ്. എന്ന് വെച്ചാൽ ഒരുപാട് ദൂരം പിന്നിലേക്ക് വേണ്ട. ഇന്ന് കാശിക്ക് സായിയുടെ ഫോൺ എന്ന സമയം. കല്ലു വീശന്ന് കുടല് കരിഞ്ഞ് അടുക്കളയിലേക്ക് ചെന്നു. അവളെ കണ്ട ദേവി അവളോട് കാശിയെ കൂട്ടി വരാൻ പറഞ്ഞു വിട്ടു. പിന്നെ കല്ലു ആ കരിഞ്ഞ കുടലുമായി തിരികെ റൂമിലെത്തി. കാശിയെ വിളിക്കാൻ ബാൽക്കണിയിലേക്ക് നടക്കുമ്പോഴാണ് അവൻ ഫോൺ ചെയ്യുന്ന അവൾ കേൾക്കുന്നത്. അത് ഞാൻ ഫ്ലാറ്റിലേക്ക് മാറാതിനെ കൊണ്ട് സമ്മതിക്കാൻ വേണ്ടി കടിച്ചു പിടിച്ച് നിൽക്കുന്നതല്ലേ. അവള് സമ്മതിച്ചാൽ അച്ഛൻ സമ്മതിക്കും. അതുകൊണ്ടൊന്ന് താഴ്ന്നു കൊടുത്താ
ഫ്ലാറ്റിലൊന്ന് എത്തിക്കോട്ടെ. അവൾക്കുള്ള ഞാൻ കൊടുക്കുന്നുണ്ട്. എന്നെ ചാവട്ടിയതിന് ഉൾപ്പെടെ എണ്ണി ഞാൻ പകരം വിട്ടു. നോയിക്കോ നീ. അവളെ ഇട്ട് എഴുതിക്കും ഞാൻ. ഈശ്വര, ഞാനെന്തേ കേൾക്കുന്നത്? അപ്പൊ എനിക്കുള്ള പണിയാണോ ഈ താമസമാറ്റം? അവിടെ ചെന്ന് എന്നെ ശിക്ഷിക്കാനാണ് ഇപ്പൊ ഇയാൾ അടങ്ങിയിരിക്കുന്നത്. അയ്യോ. കല്ലു ഇതെല്ലാം ആലോചിച്ച് ഏതോ ലോകത്തെന്ന പോലെ പുറത്തേക്ക് നടന്നു. നീ എന്താ ഈ കിളി പോയ പോലെ നടക്കുന്നേ? കല്ലു ചുറ്റും നോക്കി. ഇപ്പൊ ജഗ്ഗുവിന്റെ മുറിയുടെ വാതിക്കലാണ്. അപ്പൊ ഇടത്തോട്ട് പോയതിന് പകരം വലത്തോട്ടാണോ നടന്ന്? കല്ലു, എന്താടി പറ്റിയേ? ആടാ, ഞാൻ പറയാം. അവളോട് കാശി പറഞ്ഞേക്കാൾ അവനോട് പറഞ്ഞു. ഒക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ അവനൊരുപാട് സങ്കടം തോന്നി. വീണ്ടും കാശി അവരിൽ നിന്ന് അകന്നു പോകുന്ന ഓർത്ത് അവളും സമ്മതിച്ചെന്നറിഞ്ഞപ്പോൾ ഇനി അവരെ തടയാൻ കഴിയില്ലെന്ന് അവന് മനസ്സിലായി. പക്ഷേ പ്രതീക്ഷയുടെ ഒരു തിരിനാളം. അവളിപ്പോൾ ഒളിഞ്ഞു കേട്ട് പറഞ്ഞു. അത് കേട്ടപ്പോൾ ജഗ്ഗുവിന്റെ കുരുട്ടുബുദ്ധി ഉണർന്നു. കല്ലു ഇപ്പോഴും നഖമൊക്കെ കടിച്ചിരുന്ന ആലോചനയിലാ. എന്റെ ഏട്ടനായതുകൊണ്ട് പറയില്ല വല്ലു. ആളൊരു മൂശേട്ടയാ. പറഞ്ഞ പോലെ ചെയ്യും. ഇവിടെ വെച്ച് നിന്നൊന്നും ചെയ്യാൻ പറ്റില്ല. ഞങ്ങളൊക്കെ ഉണ്ടല്ലോ. അവിടെ ആകുമ്പോ പിന്നെ ആ പേടി വേണ്ട. പിന്നെ സെർവൻസ് ഉണ്ടെന്നൊക്കെ വെറുതെ പറഞ്ഞാ അവരെപ്പോഴും പുറത്തുനിന്ന ഫുഡൊക്കെ. പിന്നെ അവധിയാണെങ്കിൽ മാത്രം എല്ലാവരും കൂടി എന്തെങ്കിലും വെച്ച് കഴിക്കും. ഇനിയിപ്പം നിന്നെ കൊണ്ട് അവിടെയുള്ള ജോലി മുഴുവൻ ചെയ്യാനായിരിക്കും. അതിനെനിക്ക് ജോലിയൊന്നും ചെയ്യാൻ അറിയില്ല. അതെല്ലീടി പറഞ്ഞ് നിന്നെ തല്ലിക്കൊന്നിട്ടാലും പണി മുഴുവൻ അവൻ ചെയ്യിക്കും. അപ്പൊ ഇനി എന്താ ചെയ്യാ? എന്ത് ചെയ്യാ? അച്ഛൻ ചോദിക്കുമ്പോ സമ്മതല്ലെന്ന് പറയണം. അപ്പൊ പിന്നെ അച്ഛൻ വിടില്ലല്ലോ. അയ്യോ, അപ്പൊ കാശി എന്ന് വിചാരിക്കും. ഞാൻ കാലുവാരി എന്ന് പറയില്ലേ? പറയും. അതിനുള്ള മറുപടി എടുക്കാനെങ്കിൽ നിനക്കറിയാം. പറ്റില്ലെങ്കിൽ അനുഭവിക്കാൻ തയ്യാറായിക്കോ. ഫ്ലാഷ് ബാക്ക് കഴിഞ്ഞു. ബാക്ക് ടു പ്രസന്റ്. കിടക്കാൻ നേരമായപ്പോഴാണ് കല്ലും കാശിയും പിന്നെ തമ്മിൽ കാണുന്നത്. അതുവരെ അവൻ മുറിക്ക് പുറത്തിറങ്ങിയില്ല. അവളെ മുറിക്കകത്തും കയറിയില്ല. കല്ലു വരുമ്പോൾ അവൻ കണ്ണിനുമേൽ കൈവച്ച് കട്ടിൽ നിവർന്ന് കിടക്കുന്നുണ്ട്. പാവം, വിശന്നിട്ടായിരിക്കും. ദേഷ്യത്തിന് പുറത്തൊന്നും കഴിക്കാതെ നടക്കുന്ന അവൾ നേരെ ഫ്രഷ് ആവാൻ കയറി. ഇറങ്ങുമ്പോൾ കാശി എണീറ്റിരിക്കുന്നു. പണ്ടേ പേടിയില്ലാതെ ടൈപ്പായതുകൊണ്ട് അവൾക്ക് പേടിയും തോന്നിയില്ല. വേഗം കട്ടിൽ ലക്ഷ്യം വെച്ച് നടന്നു. നിൽക്കടി അവിടെ. പെട്ട്. സ്വയരക്ഷയ്ക്ക് വേണ്ടിയാണെങ്കിലും ചെയ്ത് കാലുവാരലായതുകൊണ്ട് ഇതുവരെ അവന്റെ മുഖത്തേക്ക് നോക്കിയിട്ടില്ല. എങ്ങോട്ട് നോക്കടി? എടി, മനുഷ്യന്മാരായ പറഞ്ഞ വാക്കിനും വിലയുണ്ടാവണം. ഇമാതിരി പണി കാണിക്കരുത്. പുള്ളിക്കാരൻ കത്തി കയറുവാണേ. പുള്ളിക്കാരി ഒന്നും മിണ്ടുന്നില്ല. നീ ബാലങ്ങളുടെ മകൾ തന്നെയാണോടി? അത് പുള്ളിക്കാരിക്ക് അങ്ങ് കൊണ്ടു. അല്ലേ, പറഞ്ഞിട്ട് എങ്ങോട്ടാ പോകുന്നേ? ഞാൻ എൻ്റെ അച്ഛൻ്റെ മോള് തന്നെയാ. ഓ, നിനക്ക് നാക്കുണ്ടായിരുന്നോ? ഞാനോർത്ത് വാരി വലിച്ചെന്ന കൂട്ടത്തിൽ അതും കൂടി തിന്നുകാണോന്ന്. അങ്ങേരുടെ മോളായിട്ടാണോടി നീ ഇങ്ങനെയൊക്കെ കാണിച്ച്? കാണിച്ച് ഈ കണക്കായി പോയി. വെറുതെ ഒന്നല്ല, നിങ്ങളുടെ ഉദ്ദേശം മനസ്സിലാക്കിയിട്ട് തന്നെയാ. ഉദ്ദേശം? എന്തുദ്ദേശം? പരിങ്ങിയോ? ഇല്ല, ഒന്ന് ഒതുങ്ങി. എന്നെ അവിടെ കൊണ്ടുപോയി പകരം വീട്ടാനായിരുന്നില്ലേ നിങ്ങളുടെ പ്ലാന്? എനിക്കെല്ലാം മനസ്സിലായി. ഇപ്പൊ ശരിക്കും പരിങ്ങി. ഞാൻ ഇത്ര രഹസ്യമാക്കി വെച്ച കാര്യം ഇവിളിത്തെങ്ങനെ അറിഞ്ഞു എന്നാണ് അവന്റെ ചിന്ത. ലോലനെ പോലെ പരിസരം മറന്ന് ഫോൺ വിളിച്ചാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എനിക്ക് പറയാനുള്ളൂ. അതേടി, അതിനെന്റെ ഉദ്ദേശം. അവസാനം കുറ്റസമ്മതം നടത്തിയല്ലേ? നടക്കില്ലടോ. തന്റെ ഒരു ഉദ്ദേശം എൻ്റെ അടുത്ത് നടക്കില്ല. അങ്ങനെ എന്റെ സമ്മതം വാങ്ങിയതിനോട് പ്രതികാരം ചെയ്യേണ്ടതാ. വേണ്ട, എനിക്ക് നിന്റെ ഒരു ഔദാര്യം വേണ്ട. എവിടെ വെച്ചാലും നിന്നുള്ള കണക്കെടുക്കാൻ എനിക്കറിയാം. അതിന് നിന്നെ ഒറ്റയ്ക്ക് കിട്ടണമെന്നില്ല. നീ തയ്യാറായിരുന്നോ? ഓ, ഞാൻ റെഡി. താൻ പണിയായിട്ട് വാ. പിന്നെ തിരിച്ച് ഞാൻ തരുന്ന പണികൾ ഏറ്റുവാങ്ങാൻ ശേഷിയുണ്ടെങ്കിൽ മാത്രം. അയ്യോടി, ഞാനങ്ങ് പേടിച്ച്. പേടിക്കാൻ വേണ്ടി തന്നെയാ പറഞ്ഞ്. നിനക്കെന്നെ ശരിക്കറിയില്ല. തനിക്ക് എന്നെയും ശരിക്കറിയില്ല. നീ കുറെ നേരാലോടോ താന്ന് വിളിക്കുന്നു. ഞാൻ നിന്റെ ഭർത്താവാ. ബഹുമാനിക്കാൻ പഠിക്കടി. എനിക്ക് ഇച്ചിരി ബഹുമാനം കുറവാ. താനും വിളിക്കുന്നുണ്ടല്ലോ എടീന്നൊക്കെ. ബഹുമാനം ആദ്യം തന്നെ താൻ പഠിക്ക്, എന്നിട്ട് പഠിപ്പിക്കാമാ. ഒരെണ്ണം കിട്ടുന്നുണ്ടല്ലോ, രണ്ടെണ്ണം തിരിച്ചും തരിഞ്ഞ. ഞാൻ കണ്ണീർ പറമ്പയിലെ നായികൊന്നല്ല. കെട്ടിയനെ തല്ലി മേടിച്ച് മോങ്ങിക്കൊണ്ടിരിക്കാം. ഒന്ന് കിട്ടിയാൽ തിരിച്ച് 4 കൊടുത്താൽ ശീലം. പിന്നെ കെട്ടിയനായതുകൊണ്ട് ഡിസ്കൗണ്ട് തന്നാൽ 2 എണ്ണം. ജാങ്കോ, നീ അറിഞ്ഞോ ഞാൻ പെട്ടു. എക്സ്പ്രഷനിൽ തല്ലാനൊരുത്തെ കയ്യുമായിട്ട് അതേപടി നിന്നുപോയി കാശി. കല്ലും മുടി ഉയർത്തി കെട്ടി വെച്ച് കട്ടിലേക്ക് കയറി കഴിഞ്ഞാണ് അവന് കുറച്ചെങ്കിലും ബോധം വന്ന്. എങ്ങോട്ടേക്ക് കയറുന്നു? വന്ന് ബോധം പോയോ? മനുഷ്യ, ഇത് കട്ടില. അതെനിക്കറിയാം, ഇത് എന്റെ കട്ടില. നീ എന്തിനവിടെ കയറുന്നു? ഞാൻ ഇവിടെ കിടക്കുന്നതിന് ഇതിനൊരു പരാതി ഉണ്ടെങ്കിൽ താഴെ അച്ഛനും അമ്മയുണ്ട്, അവരോട് ചെന്ന് പറ. അല്ല പിന്നെ ചെക്ക്. കല്ല് പുതപ്പെടുത്ത് ചുറ്റിത്തിരിഞ്ഞ് കിടന്നു. ഇനി നിന്നിട്ടെന്തിനാ? അവനും കിടന്നു. അങ്ങനെ രണ്ടുപേരും ആ കട്ടിലിന് രണ്ടറ്റതായി കിടന്നു. അവരുറങ്ങിയട്ടെ, നിങ്ങളും പോയി കിടന്നുറങ്ങിക്കുക. രാവിലെ ആദ്യം ഉണർന്ന കാശിയാണ്. ഒരു നിമിഷം കണ്ണു തുറന്ന് വെറുതെ കിടന്നു. അപ്പോഴാണ് ഇന്നലെ നടന്ന കാര്യങ്ങളൊക്കെ അവന്റെ ഓർമ്മയിലേക്ക് വരുന്നത്. അതോടെ അതുവരെ ഉണ്ടായിരുന്ന ശാന്തത മാറി അവന്റെ മുഖത്ത് ദേഷ്യം നിറഞ്ഞു. ഫ്ലാറ്റിലേക്ക് താമസം മാറാൻ കഴിയാത്തുള്ള ദേഷ്യത്തിന്റെ കൂടെ രാത്രിയിൽ അവളുടെ പെർഫോമൻസ് കൂടെ ആയപ്പോൾ അവളെ ഇപ്പൊ കണ്ണിന് കണ്ടുകൂടാത്ത അവസ്ഥയായി. അവൻ തലയിരിച്ച് സൈഡിലേക്ക് നോക്കി. കട്ടിലിന്റെ 3/4 ഭാഗവും കൈയടക്കി വിശാലമായി കിടന്നുറങ്ങിയാണ് പ്രിയ പത്നി.
അവന്റെ ദേഹത്ത് വീണ് കിടന്ന് അവളുടെ കൈ അവനെ ഏറി കൊടുത്തു. എന്നിട്ട് അവൾക്കൊരു കുലുക്കമില്ല എന്നത് അവനെ അത്ഭുതപ്പെടുത്തി. ഇനിയിപ്പോൾ അവിടെ കിടന്നിട്ട് വലിയ കാര്യമൊന്നുമില്ലാത്തതുകൊണ്ട് അവൻ എണീറ്റ് ഫ്രഷായി ട്രാക്ക് സ്യൂട്ടും ജാക്കറ്റും ഒക്കെ ഇട്ട് റെഡിയായി സുന്ദരക്കുട്ടപ്പനായി വന്നിട്ടും അവൾ അതേ കിടപ്പാണ്. ഓ, ഒരു കിടപ്പുണ്ടില്ലേ? ഇവളെന്തോ ഓട്ട മത്സരത്തിന് പോകുന്നുണ്ടോ? ബെഡിൽ മൊത്തം പടർന്നു വന്നിലിച്ച് കിടക്കുന്നു. ഇക്കണക്കിന് പോയ എന്നെ ചവിട്ടി താഴെയിടല്ലോ പൂരൻ ദേവി. ഓ, ഒരു ചവിട്ടി കിട്ടിയതിന്റെ വേദന ഇപ്പോഴുണ്ട്. ഈശ്വരാ, ഓർമ്മിപ്പിക്കല്ലേ. അവന്റെ കൈ അറിയാതെ നെഞ്ചിലേക്ക് പോയി. അവിടെ ഒരു കുട്ടി നിക്കറും പനിയനും. ഏത് നേരത്താണ് ഇതൊക്കെ മേടിച്ചു വെക്കാൻ തോന്നിയത്? മനുഷ്യന്റെ കൺട്രോള് കളയാനായിട്ട്. അച്ഛനേ സ്വാമി, ഇവൾക്ക് ആ പുതപ്പൊന്ന് പൊതച്ചുകൂടെ? അതിന് പുതപ്പൊക്കെ ചവിട്ടി നിലത്തിട്ടിരിക്കുമല്ലേ? ചവിട്ടാണ് സാറേ ഇവളുടെ മെയിൻ. കാശി കുരഞ്ഞാ പുതപ്പെടുത്ത് ചുരുട്ടി കുട്ടി അവളുടെ നേരെ എറിഞ്ഞു. നോ റെസ്പോൺസ്. ഇതെന്ത് ജീവി എന്ന രീതിയിലാണ് ഇപ്പോൾ കാശി അവളെ നോക്കുന്നത്. എന്തൊരു ഉറക്കം ഇത്! ഇവൾക്ക് മാത്രം ഇത്ര ഉറക്കം എങ്ങനെ കിട്ടുന്നു? തൊട്ടടുത്ത് കിടന്ന് എനിക്കില്ലല്ലോ ഇത്രയും ഉറക്കം. കാണിച്ചേരാടി കുട്ടി പിശാചേ. കാശി ഒരു പ്രോപ്പർട്ടിക്ക് വേണ്ടി ചുറ്റും പരതി. അവസാനം എന്തോ ഐഡിയ കിട്ടിയവരൊന്ന് സ്റ്റെക്കായി നിന്നിട്ട് അവൻ കഥകുറന്ന് പുറത്തേക്ക് ഓടി. ഹാളിൽ ഒരു വശത്തായി ഭംഗിയായി പെയിന്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സെറാമിക് ബോർഡിൽ വെച്ചിരുന്ന മയിൽപ്പീലികളെ ഒരെണ്ണെടുത്ത് തിരികെ വന്നു. അവൻ 2 മീറ്റർ അകലെ നിന്ന് കൈ നീട്ടി മയിൽപ്പീലി കൊണ്ട് അവളുടെ മുഖത്തുകാൽ ഓടി. അവന്റെ തലോടൽ മൂക്കിലെത്തിയതും ഭയാനകമായ ശബ്ദത്തോടെ അവൾ ചാടിണീറ്റ് കുത്തിയിരുന്നു. എന്ന് വെച്ചാൽ തുമ്മി എന്ന്. രുക്കുവിന്റെ അറിഞ്ഞാണെടുക്കാൻ വേണ്ടിയാണ് മാധവേട്ടൻ ഇത് ഉപയോഗിച്ചെങ്കിൽ കാശി ഇത് ഉപയോഗിക്കുന്ന കല്ലൂനെ ചൊറിയാൻ വേണ്ടിയാണ്. വെറുതെ ഒരു രസം. എന്താലേ 3-4 ഹച്ചി കൂടി കഴിഞ്ഞാണ് അവൾക്കൊന്ന് കണ്ണുറക്കാൻ പറ്റുന്നത്. കണ്ണു തുറന്ന് നോക്കുമ്പോൾ മുറിയിൽ അവൾ മാത്രമേ ഉള്ളൂ. എന്താണ് സംഭവിച്ചെന്നോ, എങ്ങനെയാണ് ഉറക്കം പോയതെന്നോ, എങ്ങനെയാണ് തുമ്മിയെന്നോ എത്ര ആലോചിച്ചിട്ട് അവൾക്ക് പിടികിട്ടിയില്ല. ഉറക്കം പോയതുകൊണ്ട് അവൾ എണീറ്റ് ഫ്രഷായി അടുക്കളയിലേക്ക് പോയി. കല്ലുവിന്റെ ആദ്യത്തെ തുമ്മിൽ തന്നെ കാശി റൂമിൽ നിന്ന് ഇറങ്ങി ഓടി. മയിൽപ്പീലി നേരത്തെ ഇരുന്നിടത്ത് തന്നെ കൊണ്ടുവച്ചിട്ട് മുറ്റത്തേക്ക് ഇറങ്ങി ജോഗിങ്ങിന് പോയി. പോയ പോക്കിൽ അവന്റെ മനസ്സറിയ അവൾക്കൊരു പണി കൊടുത്തതിന്റെ സംതൃപ്തിയും ചുണ്ടിൽ അതിന്റെ സന്തോഷത്തിൽ നിറഞ്ഞ ചിരിയുമായിരുന്നു. ആ ഓർമ്മയിൽ സ്വയം മറന്ന് ചിരിച്ചുകൊണ്ട് ഓടുന്ന കാശിയെ കണ്ട് ജോഗിങ്ങിന് വന്ന അമ്മച്ചിമാർക്ക് അവരെ നോക്കിയാണ് അവൻ ചിരിക്കുന്നോർത്ത് നാണത്തിൽ കുതിർന്നൊരു പുഞ്ചിരി തിരികെ നൽകി. അതൊന്നും അവൻ ശ്രദ്ധിച്ചതുമില്ല. അടുക്കളയിലെത്തിയ കല്ലു ഐലൻഡിലിരുന്ന് ചൂടുകാപ്പി ഊതി കുടിക്കുന്നതിനിടെ ദേവിയുടെ തള്ളുകൾക്ക് മൂളി കൊടുക്കുന്നുണ്ടെങ്കിലും നേരത്തെ തുമ്മിയന്റെ കാണാന്വേഷിച്ചുള്ള യാത്രയിലാണ് അവിടെ മനസ്സ്. സംശയാസ്പദമായി ആ മുറിയിലുണ്ടായിരുന്ന കാശിയാണെങ്കിലും അവൻ അവളോട് നല്ല ശത്രുതയുണ്ടെങ്കിലും തെളിവുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് അവൻ എന്തെങ്കിലും ചെയ്തതാവാമെന്ന് അങ്ങോട്ട് അനുമാനിക്കാനും പറ്റുന്നില്ല. ആശയക്കുഴപ്പങ്ങൾക്കൊരു തിരശീല വീണ തലയിലൊരു കൊട്ടിയിട്ടിയപ്പോഴാണ് ജഗ്ഗുവായിരുന്നു. എന്റെ അടുത്തിയമ്മേ, ഈ ലോകത്തൊന്നല്ലാന്ന് തോന്നുന്നു. അവൻ അവൾക്കടുത്തായിരുന്നുകൊണ്ട് ചോദിച്ചു. അവൾ അവനെ കണ്ണുരുട്ടി നോക്കിയിട്ട് തിരിഞ്ഞിരുന്നു. അവൾക്ക് അവനെ ഏടത്തിയമ്മയെന്ന് വിളിക്കുന്നത് ഇഷ്ടമല്ല. അതറിഞ്ഞുകൊണ്ട് തന്നെ അവളെ ചൊറിയാൻ വേണ്ടിയാണ് അവൻ അങ്ങനെ വിളിക്കുന്നത്. ഇന്ന് നേരം വെളുത്തപ്പോ തൊട്ട് ചൊറിച്ചിലാണല്ലോ കല്ലു. ആദ്യം ചേട്ടൻ, ഇപ്പൊ അനിയൻ. ഇതൊന്നോ ചൊറി ഫാമിലിയോ? ജഗ്ഗുവിന്റെ ചോദ്യം കേട്ട ദേവി ഞെട്ടിത്തിരിഞ്ഞു നോക്കിയിട്ട് നിരാശയോടെ പഴയ പോലെ നിന്ന് ദോശ ഇട്ടു. ഇത്രയും തള്ളിയൊന്നും കൊച്ചു കേട്ടില്ലല്ലോ, അതുകൊണ്ട്. ചൊറിഞ്ഞിട്ട് തിരികെ മാതി കിട്ടാത്തതിന്റെ സങ്കടത്തിൽ ജഗ്ഗു അവളെ തോണ്ടി വിളിച്ചു. എന്താടി രാവിലെ ഒരു മൂഡ് ഓഫ്? തുമ്മി കാര്യം പറയുന്നത് നാണക്കേടാണെങ്കിലും സംശയാസ്പദമായ സാഹചര്യം ആയതുകൊണ്ട് അവനോട് പറയാൻ തിരിഞ്ഞ കല്ലു അടുക്കള വാതിൽ ചാരി കൈയും കെട്ടി തന്നെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുന്ന കാശിയെ കണ്ടു നിന്നു. അവന്റെ ആ ചിരിയിലേക്ക് അവളൊന്ന് ആഴ്ന്നിറങ്ങി. അതൊരു വിജയിയുടെ ചിരിയാണെന്ന് അവൾക്ക് തോന്നി. കുറച്ച് പുച്ഛത്തിന് മേമ്പൊടി കൂടി ഉണ്ടായിരുന്നുകൊണ്ട് പണി വന്ന വഴി ഏകദേശം അവൾക്ക് മനസ്സിലായി. അവൾക്ക് മനസ്സിലായി എന്ന് അവന് മനസ്സിലായപ്പോൾ അവൻ ആവേശമായി. അതിലും ആവേശമായി കല്ലുവിന്. രാവിലെ മനുഷ്യന്റെ ഉറക്കം കളഞ്ഞിട്ടെന്ന് കിണിക്കുന്നു. അവൾ ചാടിണീറ്റ് കാപ്പിയോട് വെച്ചിട്ട് ചുറ്റും എന്തോ തിരയാൻ തുടങ്ങി. അവളുടെ അടുത്ത് നീക്ക് മുൻകൂട്ടി മനസ്സിലാക്കിയ കാശി ഒരൊറ്റ ഓട്ടം മുറിയിലേക്ക്. കയ്യിൽ തടഞ്ഞ ചപ്പാത്തി കൂലുമെടുത്ത് അവൾ അവന്റെ പുറകെ ഓടി. ഉറക്കമുണർന്ന് വന്ന് മൂരി നിവർന്ന് ദേവൻ കാണുന്ന ഈ ഓട്ടമാണ്. ദേവൻ തിരിഞ്ഞ് അടുക്കളയിലേക്ക് ഓടി. ആരുടെ പൊടുന്ന് ഓടിയേ? കിളി പോയിന്ന ജഗ്ഗുവിനോടത്തി ഈ ചോദ്യമാണ്. വേറെ ആര്? അച്ഛന്റെ മകനും വരുവളും. ദേവിയേ! ഭുവനചന്ദ്രനെ കണ്ട് ഞെട്ടിയ ബാസിയെ പോലെ ദേവേട്ടനെ അറിയാമെന്ന് ഞെട്ടി. എന്നെ വിളിച്ചോ ദേവേട്ടാ? നടന്നൊന്നറിയാൻ മുറ്റത്തിരുന്ന ദേവി ഓടി വന്ന് കയറിക്കൊണ്ട് ചോദിച്ചു. ഏയ് ഒന്നുമില്ല ദേവി, ഞാൻ മോനെ മോളെ കണ്ടോന്നതിനോട് ചോദിക്കുകയായിരുന്നു. ആണോ? മോൾ ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ആ, ചിലപ്പോ കാശി വന്നപ്പോ അങ്ങോട്ട് പോയതായിരിക്കും. ആ, ആയിരിക്കും. നീ വേഗം ചെന്ന് ആ കട്ടൻ കാപ്പി എടുക്ക്. ദേവി തിരിഞ്ഞ സമയത്ത് ദേവേട്ടൻ ജഗ്ഗുവിനോട് കണ്ണുകൊണ്ട് അവരെ പോയി നോക്കാൻ പറഞ്ഞു. ജഗ്ഗു ഞാൻ പോകൂലാന്ന് തിരിച്ചും പറഞ്ഞു. അവിടെ എന്താണ് നടക്കുന്നതെന്ന് ഓർത്ത് ഒരു പിതൃഹൃദയവും ഒരു സഹോദര ഹൃദയവും വ്യാകുലപ്പെട്ടു. ഓടി സ്റ്റെപ്പ് കയറി മുകളിലേക്ക് ചെന്ന കാശി കല്ലുവെത്തുന്നതിന് മുമ്പ് മുറിയിൽ കയറി കഥ കടച്ചു. തൊട്ടുപിറകെത്തിയ കല്ലുവിന് അവൻ ജസ്റ്റ് മിസ്സായി. കഥയിലൊന്ന് തള്ളിയും കോലുകൊണ്ടൊന്ന് കൊട്ടിയും നോക്കിയിട്ട് കാര്യം ഉണ്ടായില്ല. പിന്നെ സ്വന്തം മുറിയുടെ കഥകായതുകൊണ്ട് അവളൊന്ന് അടങ്ങി. എങ്കിലും കലി തീർന്നില്ല. മുറിക്കുള്ളിൽ കാശി ഇരുന്ന് കിടന്ന് ചിരിച്ചു മറിയുകയാണ്. 2 തവണ അവൾക്ക് പണി കൊടുത്തതിന്റെ സന്തോഷം. അവനിപ്പോ കഥ ഓർക്കുന്ന രീതി കുറച്ചു നേരം പുറത്തുനിന്നെങ്കിലും ഇനി കുളി കഴിഞ്ഞേ വരുമെന്ന് തോന്നി അവൾ താഴേക്ക് പോയി.
അടുക്കള ജോലിക്കാരെ വഴക്ക് പറഞ്ഞിട്ട് വന്ന് ഊഞ്ഞാലിരുന്നാടിയ ശ്രീദേവിയെ പോലെ അവൾ അടുക്കളയിൽ നേരത്തെ ഇരുന്നെടുത്ത് പോയിരുന്നു. എന്തൊക്കെയോ പിറുവിറുക്കുന്ന അവളെ കണ്ട് അന്താളിച്ച് ദേവനും ജഗവും പരസ്പരം നോക്കി. നിങ്ങൾ ഇത് എന്ത് നോക്കി നിൽക്കുക? ഇതൊക്കെ ഒന്ന് കൊണ്ടുവച്ചേ. ദേവി അവരുടെ കയ്യിലേക്ക് സാമ്പാറിന്റെയും ചട്നിയുടെയും പാത്രങ്ങൾ വെച്ച് കൊടുത്തു. അവർ പിന്നെ ഒന്നും മിണ്ടാ അതുകൊണ്ട് പോയി. അപ്പോഴാണ് ദേവി അവളെ കണ്ടത്. ആ മോള് വന്നോ? ദേ മോളെ, ഇത് കാശിയുടെ ചായയാണേ, അവനുള്ള സ്പെഷ്യലാ. കടുപ്പം കുറച്ച് മധുരം കൂട്ടി. മോളിത് അവന് കൊണ്ടുപോയി കൊടുക്ക്. അവൾക്ക് ഇപ്പോഴുള്ള ദേഷ്യത്തിന് ആ സ്പെഷ്യൽ ചായ കപ്പോടുകൂടി പറമ്പിൽ കിടക്കേണ്ടതാണ്. പക്ഷെ അതിനുമുമ്പ് അവളുടെ തലയിൽ ഒരു ബൾബ് കത്തി. മഞ്ഞ 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 ബൾബുകൾ. അമ്മേ, ഏട്ടൻ കുളിക്കുക, ചായ വരുമ്പോ മതിയെന്ന് പറഞ്ഞിരുന്നു. ആണോ? എന്നാൽ ഡൈനിങ് ടേബിളിലേക്ക് വെക്കാം. മോൾ അതും കൊണ്ട് പോര്. ദേവി കാസറോളും പിടിച്ച് നടന്നു. ആരെവിടെ? ഉപ്പ് എവിടെ? കല്ലു ദേവി പോയെന്ന് ഉറപ്പാക്കിയ ശേഷം ഉപ്പ് തിരയാൻ തുടങ്ങി. തെരച്ചിലിനൊടുവിൽ സ്റ്റൗവിന്റെ അടുത്തുനിന്ന് ഉപ്പ് ഭരണി കണ്ടു കിട്ടി. ഒന്നുകൂടി വാതിൽക്കിലേക്ക് നോക്കി ആരും വരുന്നില്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷം കല്ലു 2 ടീസ്പൂൺ ഉപ്പെടുത്ത് ആ ഒരു ഗ്ലാസ് സ്പെഷ്യൽ ടീയിലിട്ട് നന്നായിട്ട് ഇളക്കി. അരേ വാ വാ, ഇതിലും നല്ല ചായ സ്വപ്നങ്ങളിൽ മാത്രം. കാശിക്ക് വേണ്ടി തയ്യാറാക്കിയ സ്പെഷ്യൽ ചായയുമായി അവന്റെ സ്വന്തം ഭാര്യ ഡൈനിങ് റൂമിലേക്ക് പോയി. അവിടെ കാശി ഒഴികെ എല്ലാവരും ഇന്ന് കഴിഞ്ഞു. ദേവി വിളമ്പുന്നതിന്റെ തിരക്കിൽ അവൾ ലേറ്റായി വന്നത് ശ്രദ്ധിച്ചില്ല. കല്ലു അച്ഛന്റെ തൊട്ടടുത്ത സീറ്റിൽ കാശിയുടെ സ്പെഷ്യൽ ടീ വെച്ചിട്ട് ഒരു പ്ലേറ്റ് എടുത്ത് ദോശയും കറികളും വിളമ്പി. ദേവനും ജഗ്ഗു അവളെ നോക്കി മിഴിച്ചിരിപ്പുണ്ട്. കുറച്ചു മുന്നേ അവനെ തല്ലാൻ പോയവൾ തന്നെ അല്ലേ ഇതെന്നാണ് അവരുടെ സംശയം. കാശി കൈ കഴുകി വരുന്നതിന് മുമ്പായി കല്ലു വിളമ്പലൊക്കെ കഴിഞ്ഞ് അവന്റെ അടുത്ത സീറ്റിലിരുന്നു. കാശി വന്നിട്ട് വിളമ്പാന്നാൽ അവന് സംശയം തോന്നിയാലോ, അതുകൊണ്ടാണ് നേരത്തെ വിളമ്പി വെച്ച്. കല്ലുവിന്റെ ഒരു ഫുത്തിയേ. കാശി അവൾ വിളമ്പി വെച്ച് കൂടാതെ 2-3 ദോശ പിന്നെടുത്ത് സാമ്പാർ ചട്നിയും കൂടെ കൂട്ടി ആസ്വദിച്ച് കഴിച്ചു. ഇടക്കടുത്തിരുന്ന ഭാര്യ വേറെ ആരും കാണാതെ പുച്ഛിച്ചിരിക്കുന്നുണ്ട്. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.